ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റ് യാത്ര പോവുകയാണ്. SBI ലൈഫിൻ്റെ കൺട്രി ഹെഡ് മെമ്പർ ആയതിനു ശേഷം കൺട്രി ഹെഡ് മീറ്റിംഗ് കൽക്കട്ടയിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ അതിലേക്ക് പാലക്കാട്ടിൽ നിന്ന് ഞങ്ങൾ 2 പേര് പോവുകയാണ്. കോയമ്പത്തൂരിൽ നിന്നും ഹൈദരാബാദ് ടു കൽക്കട്ട, അങ്ങനെയാണ് ഫ്ലൈറ്റ് ചാർട്ട് കിട്ടിയിരിക്കുന്നത്. Cabin crew member to purchase one against the receipt. Emergency exit or aircraft system. Tampering may cause regulatory action and delays as a result. We thank for your call. അങ്ങനെ ഞങ്ങൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. അവിടെ വെഹിക്കിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ഹോട്ടൽ ITC ഇൻ്റർനാഷണൽ പറഞ്ഞിട്ടൊരു 7 സ്റ്റാർ ഹോട്ടലിലാണ് നേരെ പോയത്. നല്ല സെറ്റ് ഹോട്ടലാണ്. 7 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ആദ്യമായിട്ടാണ് പോയി സ്റ്റേ ചെയ്യുന്നത്. നല്ല സ്പേഷ്യസ് പക്ക എന്താ പറയുക, കയറുമ്പോൾ തന്നെ നല്ല ഒരു ആംബിയൻസാണ് അവിടെ. നല്ലൊരു സെറ്റപ്പാണ്. ഞങ്ങൾക്കിത് ഓരോ റൂംസ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞത് മീറ്റിംഗ് ഹാളാണ്. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും നല്ല ഉഗ്രം മീറ്റിംഗ്, അതുപോലെ ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസകരമായിട്ടുള്ള പ്രോഗ്രാംസ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അച്ചീവ്മെൻറ്റ് ഗിഫ്റ്റ് ഞങ്ങൾക്ക് ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ കൺട്രി ഹെഡായതിൻ്റെ പേരിൽ അത് കൺട്രി ഹെഡാണ്, അദ്ദേഹമാണ് പാണ്ഡ്യൻ സാർ. അത് കഴിഞ്ഞ് അടുത്ത് ഞങ്ങളിത് ഒരു ഫുഡ് കൗണ്ടർ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഹാളിൻ്റെ ഒരു സൈഡ് മൊത്തം ഫുഡ് കൗണ്ടറാണ്. നമുക്ക് അത്രയും സ്പേസസ് ഉണ്ട്. ഫുഡ് യഥേഷ്ടം വളരെ ലാവിഷായിട്ട് കഴിക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ്. അത് കഴിഞ്ഞത് അടുത്ത റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ ചെല്ലുന്ന സമയത്ത് എല്ലാം വൈഫൈ കണക്ഷനാണ്. നമ്മൾ റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസപ്ഷനിൽ അപ്പോൾ തന്നെ വൈഫൈ കണക്ഷൻ മൊബൈലിലേക്കും തരും, അതുപോലെ ഒരു കാർഡും തരും. ആ കാർഡ് നമ്മൾ റൂമിൽ മുമ്പിൽ ഒരു വൈഫൈൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡോർ ഓപ്പൺ ആകും. അതാണ് ആ സിസ്റ്റം. റൂം അത്യാവശ്യം നല്ല സ്പേസസ് ഉണ്ട്, പക്ക അടിപൊളി, എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളൊരു റൂമാണ്. ഓവൺ,
ചായ, വെള്ളം, അത്യാവശ്യം എല്ലാം സെറ്റപ്പാണ്, കുഴപ്പമില്ല. ഞാൻ ഇത്രയും ഫെസിലിറ്റി ഉള്ളൊരു ഹോട്ടലിൽ ഫസ്റ്റ് ടൈം കണ്ടുള്ളൂ. അത് കഴിഞ്ഞ സെക്കൻഡ് ഡേ ആണത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പറയുമ്പോൾ നമുക്ക് പറയാനില്ല, അത്രയും വെറൈറ്റിയാണ്. ഓൾ ടൈപ്പ് ഓഫ് ഫുഡ് അവൈലബിൾ ആണ്. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 by 1 ആയിട്ട് കഴിക്കാം. എല്ലാം അൺലിമിറ്റഡ് ആണ്. സെറ്റ് ഫുഡ്, നമ്മുടെ ഇഡ്ഡലി ദോശയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അവിടെ. എല്ലാ ഫുഡും ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെക്കൻഡ് ഡേയ്സിൽ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് മ്യൂസിയം അതുപോലെയുള്ള കാഴ്ചയ്ക്ക് ടൂറിസ്റ്റ് ഒക്കെ കാണാനുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. ക്ലേ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണ് ഇത് മുഴുവൻ. വളരെ നീറ്റായിട്ട് നല്ല രസകരമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അവിടുത്തെ ഒരു പാലസാണ് കേട്ടോ. അത് വളരെ ഗംഭീരമായിട്ടുണ്ട് കാഴ്ചയ്ക്കും. അതുപോലെ തന്നെ അതിൻ്റെ ആ സ്ട്രക്ചർ തന്നെ, ആ ഒരു ബിൽഡിങ് തന്നെ പഴയ ഒരു കണക്കിൽ ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ദിശയിൽ നിന്ന് നോക്കിയാലും ഒരേ വലിപ്പം, അതുപോലെ ഒരേ ആംഗിളിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് സംഗതികൾ അതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഭയങ്കര ഐതിഹ്യം ഉണ്ട് അതിനകത്ത്. നല്ല ഒരു രസകരമായിട്ടുള്ളതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത് ക്രൂയിസാണ്. ക്രൂയിസിൽ വന്നിട്ട് നൈറ്റ് ഷോ, അത് നല്ല ഒരു എക്സ്പീരിയൻസ്. വളരെ രസകരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു എന്തായാലും. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പർച്ചേസിന് പോയിട്ടുണ്ടായിരുന്നു. അത് ടെക്സ്റ്റൈൽസാണ് കൂടുതലും പർച്ചേസ് ചെയ്യാനായിട്ട്. നല്ല അവിടെ ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. മാത്രമല്ല നല്ല ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സാണ് അവിടെ കൂടുതലും. നമുക്ക് കേരളത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ തമിഴ്നാട് കിട്ടുന്നതിനേക്കാളും വളരെ ചീപ്പായിട്ടാണ് അത് കിട്ടുന്നത്. കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി റൂമെത്തി. അഗൈൻ തേർഡ് ഡേ മോർണിംഗ്. അപ്പോൾ അകത്ത് ജിമ്മുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. നല്ല അറ്റ്മോസ്ഫിയർ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് നേരെ തിരിക്കുകയാണ്. കൽക്കട്ട ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇവിടെ നേരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ ഞങ്ങളുടെ കൽക്കട്ട ട്രിപ്പ് കഴിഞ്ഞ് മടങ്ങുകയാണ്. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ കൽക്കട്ട എയർപോർട്ടിലാണ് ഉള്ളത്. ഇനി നേരെ ഹൈദരാബാദ് ടു കോയമ്പത്തൂർ. ഓക്കെ, ബൈ.